മെസ്സിനെ കൊണ്ടുവരുമെന്ന് പറയുന്ന മറ്റേ മുതലാളി, മരംകൊത്തി മുതലാളി, അയാള് കേരളത്തിലെ ഏറ്റവും വലിയ വനംകൊള്ള നടത്തിയതിന് നിയമ നടപടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. മാത്രോ ഇയാൾ പണ്ട് മാംഗോ ഫോൺ എന്ന് പറഞ്ഞിട്ട് കോടികൾ തട്ടിപ്പ് നടത്തിയ വീരനാണ്. അതുകൂടാതെ വേറെ ഒരുപാട് തട്ടിപ്പുകൾ ഉണ്ട് ഇയാളുടെ പേര്. എന്ന് പറഞ്ഞാൽ 1-ാം നമ്പർ തട്ടിപ്പുകാരൻ വന്ന് പറയാണ് മെസ്സിനെ ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം, ഇവിടെ കളിപ്പിക്കുക. അപ്പോഴത്തേക്ക് ഈ മൊയലാളി, ഏത് മൊയലാളി, അബ്ദുറഹ്മാൻ മൊയലാളി വീണു. അബ്ദുറഹ്മാൻ മൊയലാളി അത് മറ്റേ പിണറായി മൊയലാളിനോട് പറഞ്ഞു. പിണറായി മൊയലാളിയെ വിശ്വസിച്ചു. ഇനി വേറെ ഇമാതിരി പരിപാടി ഇവിടെ നടക്കൂല എന്ന് നേരത്തെ ഈ സ്പോർട്സ് ജേർണലിസ്റ്റുകൾ പറഞ്ഞ കാരണം, ഈ അർജന്റീന ടീം ഇവിടെ വന്ന് കളിക്കുകയാണെങ്കിൽ അവരാരോടാ കളിക്കേണ്ടത്? ആരാണ് അവരുടെ എതിർ ടീം? ആ എതിർ ടീമിനെ നിശ്ചയിക്കണ്ടേ? അങ്ങനെയൊന്നും ഇല്ലാന്നേ ഇവരെ വിചാരം. മെസ്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക, എന്നിട്ട് ബസ്സിന്റെ അത് കഴിഞ്ഞിട്ട് ഈ റിപ്പോർട്ടർ TV ഭയങ്കര ഒരു AI നിർമ്മിത വീഡിയോ ഒക്കെ ഉണ്ടാക്കിയിരുന്നു. മെസ്സി ഇങ്ങനെ വരുന്നു, മെസ്സി കളിക്കുന്നു, മെസ്സി അത് കഴിഞ്ഞിട്ട് റോഡ് മാർഗം കിലോമീറ്ററുകളോളം റോഡ് മാർഗം ഇങ്ങനെ ബസ്സിന്റെ മേലെ ഇങ്ങനെ കയറി നിന്നിട്ട് ഇങ്ങനെ യാത്ര ചെയ്യും. മെസ്സി എങ്ങാനും അറിഞ്ഞെങ്കിലുണ്ടല്ലോ മരംകൊത്തി മുതലാളിനെ. അപ്പൊ അറിയുന്നില്ല, ഹെലികോപ്റ്ററുകൾ ഇങ്ങനെ വട്ടം ചുറ്റി പറക്കും.